ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കപ്പ് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. നമുക്ക് നേന്ത്രപ്പഴത്തിലും ഈ റെസിപ്പി ഉണ്ടാക്കാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാകുന്നത് റോബസ്റ്റയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അധികം പഴുത്ത പഴമായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് ഉടയ്ക്കുക. മിക്സിയിലൊന്നും ഇട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു ഫോക്ക് വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പൊടിച്ച ശർക്കരയാണ്. അതേപോലെ ഇതിലൊട്ടും തന്നെ മണ്ണില്ലാത്ത ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ശർക്കര കിട്ടുന്നില്ലെങ്കിൽ അതിന് പകരം 1 കപ്പ് പഞ്ചസാര ചേർത്താലും മതി. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഓപ്ഷണലൊന്നുമല്ല, നിർബന്ധമാണ്. ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിലോട്ട് 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ചേർത്ത ശർക്കര നല്ലതുപോലെ അലിഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിക്കാത്ത പാലാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കപ്പ് 240 ml കപ്പാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം നമ്മളിത് മുട്ട ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു മണം മാറാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ 2 ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതി. പക്ഷേ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കാൻ നോക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മൈദ ചേർക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് ഒരേ ഡയറക്ഷനിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. വളരെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ട പിടിക്കാൻ പാടില്ല. ഇതിപ്പോൾ ഒന്നും മിക്സായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മൈദയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ അഥവാ കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ഇരിക്കണം. നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി ഒന്ന് മാറ്റം ഉണ്ടാവും. ഇതുപോലത്തെ സിലിക്കോൺ മോൾഡ്സ് ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പാത്രമായാലും മതി. ഏതാണ് ഉള്ളത് അത് ഉപയോഗിക്കാം. ഇതേപോലത്തെ സിലിക്കോൺ മോൾഡ്സൊക്കെ ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിന് വിലയും കുറവാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാം. നമുക്കിനി ഓരോ സ്പൂൺ മാവും ഇതിൻ്റെ 1/4 ഭാഗത്തോളം മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലെല്ലാം കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാവ് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് നമ്മൾ സ്റ്റീമറിൽ വെക്കുന്ന മുമ്പായിട്ട് തന്നെ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം സ്റ്റീമറിൽ വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ ഇത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇത് വെക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിരിക്കും. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇത് നല്ലതുപോലെ തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഓരോ കേക്കും
എടുക്കാം. ഇതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ മോൾഡ് കിട്ടുകയാണെങ്കിൽ മേടിക്കാം. നമ്മുടെ സ്റ്റീൽ പാത്രത്തിലുള്ള കേക്കും അതേപോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇളക്കി മാറ്റാം. ഞാനിപ്പോൾ ഇത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ അകത്തും നല്ല സോഫ്റ്റാണ്, സ്പോഞ്ചിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്